ലാസ്റ്റ് നമ്മൾ കണ്ടത് ഹെയോന് ആ ഒരു ആക്സിഡന്റിലൂടെ ഓർമ്മകൾ നഷ്ടപ്പെടുന്നതും ദാരെ ഇവനെ തിരിച്ചറിയാനാവാതെ ഇവള് പറഞ്ഞ കാര്യങ്ങൾ ഒന്നും വിശ്വസിക്കാതെ ഇവളവന്റെ ലൈഫിലേ വേണ്ട എന്ന് പറഞ്ഞ് ഇവളെ പുറത്താക്കുന്നതാണ്. ദാരയും അവിടെ നിന്ന് വളരെ സങ്കടത്തിൽ തന്നെ ഇറങ്ങി പോവുകയാണ്. അതിനുശേഷം ഇവിടെ ജീഹെ ഇവളുടെ വീട്ടിൽ നിന്ന് ഇത്രനാളും ഇവളെ അച്ഛനോടൊപ്പം ആയിരുന്നല്ലോ താമസിച്ചുകൊണ്ടിരുന്നത്. സോ ഇവളിപ്പോ ആ ഒരു വീട് വിട്ട് ഇറങ്ങാണ്. ഇവളുടെ അച്ഛനും ഇവളോട് നീ എവിടെ പോകുന്നത്? ഞാൻ നിന്നെ ഒരുപാട് വിശ്വസിച്ചു, ഒരുപാട് സ്നേഹിച്ചു. നീ ഒറ്റയ്ക്കായെന്ന് തോന്നിയപ്പോ നിന്റെ അവസ്ഥ മോശമാണെന്ന് മനസ്സിലാക്കിയപ്പോ ഞാൻ നിന്റെ കൂടെ തന്നെ നിന്നിട്ടുള്ളത്. നിന്നെ ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ അങ്ങനെയുള്ള എന്നോട് നിനക്ക് എങ്ങനെ ഈ ചതി ചെയ്യാൻ തോന്നിയത്? എന്തിനാ നീ ഇത് ചെയ്തത് എന്ന് ചോദിക്കുമ്പോ ഇവള് നിങ്ങൾ പറഞ്ഞ കാരണം കൊണ്ട് തന്നെയാണ് ഞാനത് ചെയ്തത് എന്ന് പറയുകയാണ്. അതായത് ഇവളുടെ അമ്മ മരിച്ചതിന് ശേഷമാണല്ലോ ഇവളെ ഇയാളെ ഏറ്റെടുത്തത്. അതിനു മുന്നേ ഇവളുടെ അമ്മയെ ഇയാള് പ്രണയിച്ചുവെങ്കിൽ പോലും കല്യാണം കഴിച്ചിട്ടില്ല. ഒരു കുട്ടി ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് പോലും അവരുടെ ലൈഫ് എങ്ങനെയായിരുന്നു, അവരെങ്ങനെ ജീവിക്കുന്നു, ഒരു അച്ഛനില്ലാതെ പ്രത്യേകിച്ച് മറ്റൊരു രീതിയിലുണ്ടായ മകളായതുകൊണ്ട് തന്നെ ഇവളെയും ഇവളുടെ അമ്മയൊക്കെ സമൂഹം അങ്ങനെ ആയിരിക്കില്ല നോക്കി കാണുന്നതും ഒറ്റപ്പെടുത്തുന്നതൊക്കെ. ഇവൾ ആ രീതിയിൽ എല്ലാ തരത്തിലുള്ള സ്ട്രഗിളും അനുഭവിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും തന്നെ ഇവളെ ചേർത്ത് പിടിക്കാനോ അമ്മയെ ആശ്വസിപ്പിക്കാനോ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അച്ഛനെന്ന് ചൂണ്ടി പറയാൻ പോലും ഇയാൾ അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോ എനിക്ക് നിങ്ങളോട് ഇത് ചെയ്യേണ്ടി വന്നത്. നിങ്ങൾ എപ്പോഴും സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമേ നിന്നിട്ടുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ എത്രമാത്രം സെൽഫിഷ് ആണെന്ന് അറിയാൻ ജസ്റ്റ് നിങ്ങളുടെ ചുറ്റുപാട് മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇവൾ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അവൾ അത്രയും ഹാർഷായിട്ട് ഇയാളോട് സംസാരിച്ചിട്ട് ഇറങ്ങി പോകുമ്പോൾ ഇയാൾക്ക് ഭയങ്കര കുറ്റബോധവും കാര്യങ്ങളൊക്കെ തോന്നാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. കാരണം ഇയാളുടെ വൈഫിനെയും മകനെയും ഒക്കെ തന്നെ സ്വത്തിനും പണത്തിനും വേണ്ടി ഉപേക്ഷിച്ച് സ്നേഹിക്കാത്ത ഒരു വ്യക്തിയാണല്ലോ. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്ത വ്യക്തിയാണ്. അതൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പൊ ഇയാൾക്ക് എല്ലാം മനസ്സിലാവുന്ന പോലെ ഫീൽ ആവുന്നുണ്ട് നമുക്ക്. പക്ഷെ അതിനുശേഷം ഹിയോന്റെ അമ്മയാണ് ഇപ്പോൾ കമ്പനി കാര്യങ്ങൾ എല്ലാം തന്നെ നല്ല ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നത്. ആ സമയത്താണ് ഇവരുടെ ന്യൂസ് കാണുന്നത്. അതായത് ഇവരുടെ ആ ഒരു ഹസ്ബൻഡ് പോലീസിൽ സറണ്ടർ ആയിക്കാണ്. അയാൾ തന്നെ ആ ഒരു ചെയ്തു പോയ കുറ്റങ്ങളെ എല്ലാം ഏറ്റെടുത്ത് സ്വയം കസ്റ്റഡിയിലായിരിക്കുകയാണ്. മാത്രമല്ല ഇവർക്ക് ഡിവോഴ്സും കാര്യങ്ങളൊക്കെ നൽകാനായിട്ട് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതെല്ലാം തന്നെ അയാൾ സൈൻ ചെയ്ത് ഇവർക്ക് നൽകിയിട്ടുണ്ട്. അയാൾ ജയിലിൽ പോകുന്നതൊക്കെ ഇവർ ഒരിക്കലും ആഗ്രഹിക്കാതിരുന്നതായിരുന്നു. പക്ഷേ അയാളുടെ കയ്യിലിരിപ്പോണ്ടാണല്ലോ എനിക്ക് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ അമ്മ അതൊന്നും കാര്യമായിട്ട് എടുക്കുന്നേ ഇല്ല. അയാൾക്കിപ്പോൾ ഏതാണ്ട് അയാളുടെ തെറ്റുകളൊക്കെ മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരാൾ ഓൾറെഡി തന്നെ ജയിലിലാണല്ലോ. ഇവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കാണ്. എന്നെ ഒന്ന് തുറന്നു വിട്. ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. എന്റെ അച്ഛനെ ഒന്ന് വിളിച്ചതാ. എന്റെ അച്ഛൻ വന്ന് എന്നെ പുറത്തിറക്കിക്കോളും എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഒരു പോലീസുകാരും മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഇവന്റെ അച്ഛൻ തന്നെ ആയിരിക്കണം പറഞ്ഞത് ഇവനെ ഇവിടെ ഇട്ടേക്കാനായിട്ട്. പക്ഷേ ഹോങ്ങിന്റെ റൂംമേറ്റ്സ് ആയിട്ട് അവിടെ ഉള്ളത് മറ്റാരുമല്ല ഈ ഒരു പലിശക്കാരനും ഇയാളുടെ ശിങ്കിടികളുമാണ്. ഇയാളിപ്പോ ജയിലിലായിരിക്കാണ്. എങ്ങനെയാണെന്ന് അറിയില്ല. കയ്യിലിരിപ്പുണ്ടായിരിക്കും. സോ ഹോങ് പോലീസുകാരോട് തന്റെ അച്ഛനെ വിളിച്ചു തരാനായിട്ട് പറഞ്ഞ് ഭയങ്കരമായിട്ട് ബഹളം വെക്കാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ പലിശക്കാരന്റെ ആളുകൾ ഇവനോട് മിണ്ടാതിരിക്കാനായിട്ട് പറയുന്നു. പക്ഷെ ഇവൻ നീയൊക്കെ നിന്റെ കാര്യം നോക്ക് എന്ന് പറഞ്ഞ് ഇവരെ ചെറുതാക്കാണ്. പക്ഷെ അവന്റെ അച്ഛൻ അതാണ് ഇതാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ പലിശക്കാർ വിചാരിക്കുന്നത് ഇവൻ ആ ഒരു പേരും പറഞ്ഞ് അങ്ങനെ വീമ്പ് പറയുന്നതാണ് എന്നാണ്. പക്ഷെ ഒരുപാട് സമയമൊന്നും അവന്റെ ആ ഒരു ബഹളം കേട്ടു നിൽക്കാൻ ഇവർക്കാവുന്നില്ല. അതുകൊണ്ട് തന്നെ പിടിച്ച് നല്ലത് കൊടുക്കുകയാണ്. അതുപോലെ ഇവിടെ യാങ് ഇപ്പോൾ യുഎസിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇവൾക്ക് ഒരു താല്പര്യമില്ല. അമ്മയ്ക്കും ഇവളെ പോകുന്നതിനോട് ഒരു യോജിപ്പുമില്ല. അതുകൊണ്ട് തന്നെ ഇവളെ എയർപോർട്ടിൽ നിന്ന് പോകുന്നത് കാണാനോ അവളെ കൊണ്ടുവിടാനോ ഒന്നും ഇവർക്ക് ഒരു താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അമ്മ ഇനിയും വൈകിട്ടില്ല, നിനക്ക് ഇവിടെ തന്നെ നിന്നൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ യാങ് അവളുടെ തീരുമാനമൊന്നും മാറ്റുന്നില്ല. അമ്മയോട് ആഹാരം കഴിക്കണം, ഹെൽത്ത് നോക്കണം എന്നൊക്കെ പറയുമ്പോൾ അമ്മ ഇവളോട് നീ പോകുന്ന കാര്യത്തെപ്പറ്റി വൂവിനോട് പറഞ്ഞായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇവള് ഇല്ല, അതൊക്കെ ഞാൻ ഇതിനെ പുള്ളി അടയ്ക്കുന്നത് എന്ന് ചോദിച്ചിട്ട് ഇവള് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെയുള്ള എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്ക് വൂ പെട്ടെന്ന് ഇവളെ കോൾ ചെയ്യാണ്. ഇവളും എന്താണ് കാര്യം എന്നറിയാതെ പെട്ടെന്ന് ഫോൺ എടുക്കുമ്പോൾ വൂ ഭയങ്കര ടെൻഷനല്ല. സോറി, ക്ഷമിക്കണം, നീ ഇപ്പോ എവിടെയാ ഉള്ളത്? ജോണിനെ കാണാനില്ല. ഞാനിപ്പോ വർക്കിന്റെ ഭാഗമായിട്ട് മറ്റൊരു സിറ്റിയിലേക്ക് വന്നിരിക്കുക. ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് വരാനായിട്ട് കുറച്ച് ലേറ്റോ. നിനക്ക് കഴിയുമെങ്കിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോ ഇവള് ഒട്ടനെ തന്നെ വണ്ടി തിരിച്ച് വൂവിന്റെ വീടിന്റെ പരിസരത്തും അതുപോലെ ഷോപ്പിന്റെ പരിസരത്തും ഒക്കെ തന്നെ പോയി ജോണിനെ അന്വേഷിക്കുകയാണ്. മാത്രമല്ല അവിടെയുള്ള പരിസരങ്ങളിലും അതുപോലെ കുട്ടികളുടെ അടുത്തൊക്കെ ജോണിന്റെ ഫോട്ടോ കാണിച്ച് ഈ ഒരു കുട്ടിയെ അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ആരും തന്നെ അവനെ കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇവളും ഭയങ്കര ടെൻഷനായിട്ട് അവനെ അന്വേഷിച്ച് ഓടി നടക്കാണ്. അതിനിടയ്ക്ക് വല്ല കാലൊക്കെ ആ ഒരു ഹീൽസ് ഇട്ടും മുറിവും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. എങ്കിൽ പോലും അതൊന്നുള്ള കാര്യമായിട്ട് എടുക്കാതെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ലാസ്റ്റ് ഇവള് ഒരു പാർക്കിലോട്ട് വരുന്ന സമയത്ത് അവിടെ ജൂൺ കിടന്ന് ഉറങ്ങുന്നത് കാണുകയാണ്. ഇവള് പോയി വിളിച്ച് എഴുന്നേൽപ്പിക്കുമ്പോഴാണ് അവന് എഴുന്നേൽക്കുന്നത്. എന്നിട്ട് മോൻ എന്താ പറ്റിയത്, മോൻ എങ്ങനെ ഇവിടെ വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവൻ ശരിക്കും ഫ്രണ്ട്സിനോടൊപ്പം സാറ്റ് കളിക്കായിരുന്നു. ആ ഒരു സമയത്ത് ഇവനോട് ഒളിച്ചിരുന്നതാണ്. എന്നാൽ അപ്പോ ഇവൻ ഉറങ്ങിപ്പോയി. അതാണ് സംഭവിച്ച് ഇവിടെ ഒറ്റപ്പെട്ടു പോയത്. യാങ്ങും പെട്ടെന്ന് എന്തായാലും നിന്നെ കിട്ടിയല്ലോ, ഞാൻ എന്തോരം പേടിച്ചെന്നറിയോ എന്ന് പറഞ്ഞ് ഇവനെ കെട്ടിപ്പിടിച്ച് ഭയങ്കരമായിട്ട് കരയാണ്. ഇവള് കിടന്ന് കരയുന്നത് കാണുമ്പോൾ ജൂണും അവളോടൊപ്പം കരയാനായിട്ട് തുടങ്ങുകയാണ്. അവർ തമ്മിൽ ഒരു കൂട്ട കരച്ചിൽ തന്നെ അവിടെ നടക്കുന്നു. അതിനുശേഷം വന്ന നൈറ്റ് വു വീട്ടിലേക്ക് വരുമ്പോ
യാങ് ജൂനെ കൂട്ടിക്കൊണ്ട് വന്ന് ഇവിടെ കിടന്ന് ഇപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് ഉറങ്ങാണ്. ഇവന് ഭയങ്കര സമാധാനമാവുകയാണ്. ആ ഒരു സമയത്ത് ഇവൻ നോക്കുമ്പോൾ യാങ്ങിന്റെ കാലിൽ ആ ഒരു മുറിവ് കാണുകയാണ്. ജൂണിനെ നോക്കാൻ പോയ സമയത്ത് സംഭവിച്ചതാണ് എന്ന് പൂവിന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര കെയറിൽ ആ ഒരു മുറിവിൽ മരുന്നും കാര്യങ്ങളൊക്കെ വെച്ചു കൊടുക്കുമ്പോൾ യാങ്ങും പെട്ടെന്ന് എഴുന്നേൽക്കാണ്. പൂവും ഇവളോട് താങ്ക്സ് പറയാണ്. ജൂണിനെ കറക്റ്റ് സമയത്ത് കണ്ടെത്തി കൊടുത്തതിൽ. അന്ന് ഇവൻ വെറുപ്പിച്ച് ഇറക്കി വിട്ടതാണ് എങ്കിൽ പോലും ഇവന് അത്യാവശ്യ സമയത്ത് ഉപകരിച്ച വ്യക്തിയായല്ലോ. സോ അവർ തമ്മിൽ ഒരു ഐ കോണ്ടാക്റ്റിൽ ഇപ്പോൾ നിൽക്കുകയാണ്. അവരുടെ ഇടയിലുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ സോൾവ് ആകുമായിരിക്കും. അതിനുശേഷം ഹിയോ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവാനായിട്ട് പോവുകയാണ്. പക്ഷെ ആ ഒരു സമയത്തൊക്കെ ഇവൻ ആ ഒരു ഫോണിലുള്ള ദാടി കൊടുത്ത ലീഫ് കാണുമ്പോൾ എന്തോ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതവന് എന്താണെന്നൊന്നും ഓർമ്മ വരുന്നില്ല. അപ്പോഴേക്കും മിൻ അങ്ങോട്ടേക്ക് വരുമ്പോൾ ഹിയോ ഇവനോട് ഇത്രയും നാളും ഇവനെ നോക്കിയതില്ല താങ്ക്സും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മിൻ ഞാനല്ല നിന്നെ നോക്കിയത്, രാവെന്നോ പകലെന്നോ ഇല്ലാതെ ധാരയാണ് നിന്നെ ഇത്രയും ദിവസം നോക്കിയത്. എനിക്കറിയാം നിനക്ക് അവളെ കുറിച്ചുള്ള ഒരു കാര്യം പോലും ഓർമ്മയില്ലെന്ന്. പക്ഷെ അവള് കാരണമാണ് നീ ഇത്രയും ദിവസം വൃത്തിയായിട്ട് ഇവിടെ കിടന്നത്. അവളോടാണ് നീ താങ്ക്സ് പറയേണ്ടത് എന്ന് പറയാണ്. ഇവൻ ഓക്കെ പറയുന്നുണ്ടെങ്കിലും അവളെ കോൺടാക്ട് ചെയ്യാനൊന്നും പോകുന്നില്ല. അതിനുശേഷം ഇവൻ വീട്ടിലേക്ക് വരുമ്പോൾ ഇവന് പാസ്റ്റിനെ കുറിച്ച് ഒരു കാര്യം പോലും ഓർമ്മ ഇല്ല എങ്കിൽ പോലും ധാരയോടൊപ്പം ഉള്ളത്. പക്ഷെ നല്ലോണം തന്നെ ഇവൻ എന്തൊക്കെയോ മിസ് ചെയ്യുന്നുണ്ട്. ആ ഒരു വീടിന്റെ മുക്കും മൂലയും ഇവൻ ധാരയോടൊപ്പം ഭയങ്കര ഹാപ്പി ആയിട്ട് ഉണ്ടായിരുന്നതാണല്ലോ. ആ ഒരു മൊമെന്റ്സ് ഒക്കെ തന്നെയാണ് ഇവൻ മിസ് ചെയ്യുന്നത്. പക്ഷെ ആ ഒരു കാര്യങ്ങളൊന്നും തന്നെ ഇവന് ക്ലിയർ ആവുന്നില്ല. ഇവൻ സ്വയമേ ഒരു സിംഗിൾ ആണ് എന്ന് പറഞ്ഞ് നടിച്ചാൽ പോലും അവന്റെ മനസ്സിൽ ഫുള്ള് ഏകാന്തതയാണ് ഉള്ളത്. അതിനുശേഷം ഇവർക്ക് ഇപ്പോൾ ഇവരുടെ വീടും കാര്യങ്ങളൊക്കെ വിൽക്കാനായിട്ട് ഒരു ബയ്യറെ കിട്ടിയിരിക്കുകയാണ്. ആ ഒരു എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ എഴുതാനായിട്ടാണ് ഇവരിപ്പോൾ എത്തിയിരിക്കുന്നത്. പക്ഷേ ഇവരുടെ വീട് വാങ്ങാൻ വരുന്ന വ്യക്തിയെ കണ്ട് ഇവര് രണ്ടുപേരും ഷോക്കാവുന്നു. അത് മറ്റാരുമല്ല ഹിയോന്റെ അമ്മ തന്നെയാണ്. ഇവരാണ് ആ ഒരു വീട് മറ്റാരും കൊണ്ടുപോവാതെ ഹോൾഡ് ചെയ്ത് വെച്ചതും. ഇവർക്ക് അറിയാലോ ദാരിക്കും അമ്മയ്ക്കൊക്കെ ആ ഒരു വീട് എന്തുമാത്രം പ്രധാനപ്പെട്ടതാണെന്ന്. മാത്രമല്ല ഇവരും അവിടെ ഒരുപാട് ഹാപ്പി ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു കടപ്പാടിനായിട്ട് ഇവർക്ക് ഇങ്ങനൊരു ലൈഫും കാര്യങ്ങളൊക്കെ ഇപ്പൊ തിരിച്ചു കിട്ടിയത് പോലും ധാരയുടെ അമ്മ കാരണമാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു വീട് മറ്റാരും വാങ്ങാതെ ലിയോന്റെ അമ്മ തന്നെ വാങ്ങാൻ തീരുമാനിച്ചത്. മാത്രമല്ല ഒരു സന്തോഷ വാർത്ത കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവള് ഡിസൈൻ ചെയ്ത ആ ഒരു ബേബി കാരിയർ ഉണ്ടല്ലോ, ആ ഒരു ബെൽറ്റിന്റെ പ്രോഡക്റ്റ് മറ്റൊരു കമ്പനിയാണല്ലോ ആദ്യം മാർക്കറ്റിലേക്ക് എത്തിച്ചത്, അവരുടേതാണ് എന്ന് പറഞ്ഞു. പക്ഷെ ആ ഒരു കേസിൽ ഇപ്പോൾ ഇവർക്ക് വിജയിക്കാൻ സാധിച്ചിരിക്കുകയാണ്. ഇവരുടെ തന്നെയാണ് അതിന്റെ യഥാർത്ഥ അവകാശം എന്ന് ഇവർക്ക് തെളിയിക്കാൻ കഴിഞ്ഞു. ഇവരുടെ പ്രോഡക്റ്റ് ആയിട്ട് ഉടനെ തന്നെ അത് ലോഞ്ച് ആവുകയും ചെയ്യും. സോ ദാരിക്ക് അത് കേട്ട് ഒരുപാട് സന്തോഷമാവുന്നു. ഇവൾ ഒരുപാട് ഫൈറ്റ് ചെയ്തതാണല്ലോ അതിനുവേണ്ടി. സോ ഹിയോന്റെ അമ്മയും ഇവളോട് ഒരുപാട് താങ്ക്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പ്രോഡക്റ്റ് എന്തായാലും നല്ല വൻ വിജയം ഇവരുടെ കമ്പനിക്ക് ഉണ്ടാക്കി കൊടുക്കുമെന്ന് ഇവർക്ക് തന്നെ അറിയാം. സോ അതിന്റെ താങ്ക്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഇവരുടെ കമ്പനിയിൽ ഇവളോട് ജോയിൻ ചെയ്യാനായിട്ട് പറയുന്നു. പക്ഷെ ഇപ്പോൾ ഇവൾക്ക് അതിനോട് ഒരു താല്പര്യമില്ല. അപ്പോൾ അത് കേട്ട് അമ്മയും ഇവളെ നിർബന്ധിക്കുന്നില്ല. എങ്കിൽ പിന്നെ നീ സ്വന്തമായിട്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യ് എന്ന് പറയാണ്. പക്ഷെ അത് ഇവളെ സംബന്ധിച്ചിടത്തോളം അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലല്ലോ. ഇവളെ ചിന്തിക്കാത്ത ഒരു കാര്യം തന്നെയാണ്. ഇവരുടെ കയ്യിൽ അതിന് വേണ്ടിയിട്ടുള്ള പൈസയില്ല. പക്ഷേ ഹിയോന്റെ അമ്മ ആ ഒരു പൈസയും കാര്യങ്ങളൊക്കെ താൻ തന്നെ അറേഞ്ച് ചെയ്തോളാം എന്ന് പറയാണ്. അതായത് ഇവൾക്ക് ആ ഒരു പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരു പ്രത്യേക കഴിവുണ്ടെന്ന് ഇവർക്ക് മനസ്സിലായതാണ്. അതിനെ ഫോക്കസ് ചെയ്യാനായിട്ട് ഇവളോട് പറയുമ്പോൾ ഇവൾക്കും ഒരു പുതിയ ചാൻസ് തന്നെയാണല്ലോ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ആ ഒരു കടപ്പാട് സന്തോഷമൊക്കെ അറിയിക്കുകയാണ്. മാത്രമല്ല ഇവരുടെ ആ ഒരു അഗ്രിമെന്റും കാര്യങ്ങളൊക്കെ ക്യാൻസൽ ചെയ്ത് ഇവർക്ക് തന്നെ ആ ഒരു വീട് തിരിച്ചു കൊടുക്കാനും ഹിയോന്റെ അമ്മ ഒരുങ്ങാണ്. പക്ഷെ ദാരിയുടെ അമ്മ അതൊന്നും വേണ്ട, നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന സഹായത്തിന്റെ കടങ്ങളൊക്കെ തന്നെ എങ്ങനെ തിരിച്ചു തരുമെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഇതിന്റെ ഒന്നും ആവശ്യമില്ല, വീടൊന്നും ഞങ്ങൾക്ക് തിരിച്ചു വേണ്ട എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഹിയോന്റെ അമ്മ അത് ഇവരെ തന്നെ ഏൽപ്പിക്കുകയാണ്. ഹിയോന്റെ അമ്മയ്ക്കാണല്ലോ ഏറ്റവും വലിയ കടപ്പാട് ദാരിയുടെ അമ്മയോട് ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ വേറെ ഒന്നും വേണ്ട, ഇവള് നല്ലോണം ഹാർഡ് വർക്ക് ചെയ്താൽ മതി, വേറെ ഒന്നിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവർക്ക് തന്നെ ആ ഒരു വീട് തിരിച്ചു കൊടുക്കുകയാണ്. സോ ഇപ്പോൾ ദാരിയും അവളുടെ അമ്മയൊക്കെ തിരിച്ച് ആ ഒരു വീട്ടിൽ തന്നെ എത്തിയിരിക്കുകയാണ്. ഇവള് ബ്രേക്കപ്പ് ആയി എന്നോർത്ത് വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഇവൾക്ക് ചെയ്യാൻ പറ്റുന്നതിന് അപ്പുറം ഇവള് ചെയ്തു കഴിഞ്ഞു. പക്ഷെ ഹിയോന് ഓർമ്മയില്ലാത്തത് കൊണ്ട് തന്നെ ഇവൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവളുടെ കാര്യങ്ങൾ നോക്കി ആ ഒരു പുതിയ പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ ലോഞ്ച് ചെയ്യുന്ന ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതായത് ബേബി റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് ഇവള് ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെ ഇപ്പോൾ ദിവസങ്ങൾ കടന്നു പോവുകയാണ്. ഇവളുടെ ഐഡിയയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആ ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഇപ്പോൾ ഒരു ക്രിസ്മസ് ആയിരിക്കുകയാണ്. വൂവും മകനും ദാരിയും അമ്മയും എല്ലാവരും ചേർന്ന് അത് ഹാപ്പി ആയിട്ട് ആഘോഷിക്കുന്നു. വൂവും ഇവളും തമ്മിൽ ഇപ്പോൾ യാതൊരുവിധ പ്രശ്നമില്ല. പണ്ടത്തെ ഏറ്റവും നല്ല ഫ്രണ്ട്സ് പോലെ തന്നെ നല്ല സ്മൂത്ത് ആയിട്ട് അവരുടെ റിലേഷൻ പോവാണ്. പുറമേ ദാരി ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെയാണ് ഉള്ളത് എങ്കിലും ഇവളും ഹിയോനെ നല്ലോണം തന്നെ മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹിയും ഇവന്റെ ലൈഫിൽ ഇവൻ ഒരുപാട് സ്നേഹിച്ച ഒരു വ്യക്തിയാണല്ലോ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ തീർച്ചയായും അത് അറിയുന്നില്ല എങ്കിൽ പോലും ആ ഒരു വ്യക്തിയെ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു വർഷത്തിന് ശേഷമാണ് കാണുന്നത്. ഇപ്പോൾ ദാരി സ്വന്തമായിട്ട് ഇവളുടെ ആ ഒരു കമ്പനി നല്ല രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രീം ബേബി എന്നാണ് ഇവളുടെ കമ്പനിയുടെ പേര്. നമ്മൾ ഫസ്റ്റിൽ കണ്ടിരുന്നല്ലോ ഇവളുടെ ബസ്സിലിരുന്ന് ഒരു സിഒ സ്ഥാനമൊക്കെ സ്വപ്നം കാണുന്നത്. ആ ഒരു പൊസിഷനിലേക്ക് ഇവളിപ്പോ എത്തിയിരിക്കുകയാണ്. അതിപ്പോ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അങ്ങനെ ഇവളെ ലൈഫ് പോകുന്ന സമയത്ത് ഇവളോട് പണ്ട് കോച്ചിങ് സെന്ററിൽ പഠിച്ച ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, ആ ഒരു ഫ്രണ്ട് ഇവളെ വിളിച്ചിട്ട് എടി ഞാനിപ്പോ ജേജു ഐലൻഡിലാണ് ഉള്ളത്, പക്ഷെ ഞാൻ ഇവിടെ വെച്ച് നിന്റെ സിസ്റ്ററിനെ പോലെ ഒരു വ്യക്തിയെ കണ്ടു, ഞാൻ ഫോട്ടോ അയച്ചിട്ടുണ്ട്, നീ ഒന്ന്
ഇതൊന്ന് നോക്കേ എന്ന് പറയുമ്പോൾ ഇവളും പെട്ടെന്ന് അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ഇവളുടെ അനിയത്തി തന്നെയാണ് അത്. അവളൊരു ഗൈഡ് സംതിങ് ഒക്കെ ആയിട്ട് അവിടെ വർക്ക് ചെയ്യുകയാണ്. അവളും ഹസ്ബൻഡായിട്ട് പിരിഞ്ഞു, അല്ലെങ്കിൽ അവൻ അവളെ കളഞ്ഞിട്ട് പോയിട്ടുണ്ടാവും. എന്തായാലും അവള് ഇവരെ ബുദ്ധിമുട്ടിക്കാനായിട്ടൊന്നും വന്നിട്ടില്ല. വലിയൊരു ബാധ്യത തന്നെ അവള് കാരണം ഇവർക്ക് ഉണ്ടായതാണല്ലോ. പക്ഷെ അവൾ എന്തായാലും കഷ്ടപ്പാടിലായിരിക്കും എന്ന് ധാരയ്ക്ക് മനസ്സിലാവുന്നത് കൊണ്ട് തന്നെ ഇവളും പെട്ടെന്ന് അവളെ അന്വേഷിച്ച് ജയിച്ചു ഐലൻഡിലേക്ക് പോവാനായിട്ട് ഇപ്പൊ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇവൾക്ക് അന്ന് അവിടെ വെച്ച് ഹിയോ ഒരു ഡ്രസ്സ് എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു ഡ്രസ്സ് വീണ്ടും ഇവളുടെ കയ്യിലേക്ക് ഇട്ടാണ് പഴയ ഓർമ്മകളൊക്കെ ഇവളുടെ കൺമുന്നിലൂടെ കടന്നു പോകുന്നു. ആ ഒരു ഡ്രസ്സും ഇവള് പാക്ക് ചെയ്യുന്ന ഡ്രസ്സിന്റെ കൂട്ടത്തിൽ എടുത്തു വെക്കുകയാണ്. അമ്മ അങ്ങോട്ടേക്ക് വരുന്നത് കൊണ്ട് അമ്മയോട് ഇവള് പറയുന്നത് ഇവളുടെ കമ്പനി പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് സ്റ്റോക്കും കാര്യങ്ങളൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് പോകുന്നതാണ് എന്നാണ്. ആ ഒരു ഐലൻഡിൽ ഇവളുടെ സിസ്റ്ററിനെ കണ്ടു, അല്ലെങ്കിൽ അവളെ അന്വേഷിച്ചു പോവുകയാണ് എന്ന കാര്യങ്ങളൊന്നും പറയുന്നില്ല. അമ്മയ്ക്ക് ടെൻഷൻ ആയാലോ എന്ന് വിചാരിച്ച് അമ്മ വിചാരിക്കുന്നത് സിസ്റ്റർ ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഒരു ലൈഫ് കൊണ്ടുപോകുന്നു എന്നാണല്ലോ. സോ അങ്ങനെ ഇപ്പോൾ ഇവളെ വീണ്ടും ഈ ഒരു ജെയ്ജു ഐലൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്നിട്ട് എല്ലാവരോടും അനീതിയുടെ ഫോട്ടോ കാണിച്ചിട്ട് ഈ ഒരു പെൺകുട്ടി എവിടെയെങ്കിലും കണ്ടായിരുന്നോ എന്ന രീതിയിൽ ചോദിക്കുന്നു. അതായത് അവളൊരു ഗൈഡായിട്ടാണല്ലോ വർക്ക് ചെയ്തിരുന്നത്. അതേ കമ്പനിയിലുള്ള വേറെയും സ്റ്റാഫിനോടൊക്കെ പോയി അന്വേഷിക്കുന്നു. പക്ഷെ ആർക്കും തന്നെ ഇവളുടെ സിസ്റ്ററിനെ അറിയില്ല എന്നാണ് പറയുന്നത്. ഇവളും ഇനി സിസ്റ്ററിനെ എവിടെ പോയാണ് അന്വേഷിക്കുന്നത്, അവൾക്ക് എന്താ പറ്റിയത് എന്നൊന്നും അറിയാതെ ഭയങ്കര ടെൻഷനിലും വിഷമത്തിലൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഒരു ഗൈഡ് ഇവളെ വിളിക്കാണ്. ഇവളുടെ അനിയത്തി ഇവരോടൊപ്പം തന്നെ ആയിരുന്നു വർക്ക് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോൾ അവളുടെ ഷെഡ്യൂൾ മാറ്റമാണ്. മാത്രമല്ല പുള്ളിക്കാരെ ഇപ്പോൾ പാർട്ട് ടൈം ആയിട്ട് വേറൊരു ജോലി കൂടെ ചെയ്യുന്നുണ്ട്. ഒരു ഹോട്ടലിലെ വെയിറ്റേഴ്സ് ആയിട്ടാണ് ജോലി ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവൾക്കും ഭയങ്കര ആശ്വാസവുമാണ്. അതുകൊണ്ട് തന്നെ ഇവളും പെട്ടെന്ന് അനിയത്തി വർക്ക് ചെയ്യുന്ന ആ ഒരു ഹോട്ടലിലേക്ക് എത്തുന്നു. എന്നാൽ അവിടെ എത്തുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്. അതായത് ഹിയോനോടൊപ്പം ഇവള് നേരത്തെ വന്നിട്ടുള്ള അതേ ഹോട്ടലിലേക്കാണ് ഇപ്പൊ ഇവള് വീണ്ടും എത്തിയിരിക്കുന്നത്. ഇവിടെ വെച്ചാണല്ലോ ഇവരുടെ ഫസ്റ്റ് കിസ്സും കാര്യങ്ങളൊക്കെ നടന്നത്. ഒരുപാട് ഓർമ്മകളുള്ള ആ ഒരു സ്ഥലത്തേക്കാണ് ഇപ്പൊ ഇവള് എത്തിയിരിക്കുന്നത്. പക്ഷെ അതൊന്നും ഓർത്തോണ്ടിരുന്നാൽ പറ്റില്ലല്ലോ, അനിയത്തിയെ കണ്ടുപിടിക്കണം. അതുകൊണ്ട് തന്നെ ഇവളും ഓടി അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുന്നു. പക്ഷേ സെക്യൂരിറ്റി കടത്തി വിടുന്നില്ല. ഇൻവിറ്റേഷൻ കാണിക്കാനായിട്ട് പറയാണ്. ഇവളും ഇയാളുടെ കാല് പിടിച്ച് ജസ്റ്റ് 2 സെക്കൻഡോ 10 സെക്കൻഡോ മതി സർ, ഞാൻ ദേ പോയി ദാ വരുന്ന പോലെ പെട്ടെന്ന് വന്നോളാം, ആരും ഒന്നും അറിയില്ല. ഇവളവിടെ അനിയത്തിയെ പോലെ ഒരു പെൺകുട്ടിയെ കണ്ടു. സോ അത് ആണോ എന്ന് കൺഫേം ചെയ്യാനാണ് എന്ന് പറയുന്നു. പക്ഷേ ഇയാളെ കേൾക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവളുടെ കഥകളെ എല്ലാം തന്നെ ഇയാളോട് പറയാണ്. ഇവളുടെ അനിയത്തിയെ ഇവളും അമ്മയും ഒരുപാട് നാളായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവളെ പിണങ്ങി പോയതാണ്. ഇവളുടെ അമ്മയുടെ ഹാർട്ട് സർജറി കഴിഞ്ഞു. ഓരോ തവണയും അവൾ വീട്ടിലേക്ക് വരുന്നത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അമ്മ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിട്ട് പറയുമ്പോൾ അത് കേട്ട് ഇയാള് തന്നെ കരഞ്ഞു പോവാണ്. പക്ഷേ ഇവളോട് എങ്കിൽ പിന്നെ ഇൻവിറ്റേഷൻ വേണ്ട, പക്ഷെ നിങ്ങളുടെ കയ്യിൽ പാർട്ടി വിയർ ആയിട്ടുള്ള എന്തെങ്കിലും ഡ്രസ്സ് ഉണ്ടോ, അതുണ്ടെങ്കിൽ നിങ്ങൾ അകത്തേക്ക് കടത്തി വിടാം എന്നൊരു കാര്യം പറയാണ്. ഇവള് പെട്ടെന്ന് താങ്ക്സ് പറഞ്ഞിട്ട് പോയി റെഡി ആയി വരികയാണ്. അന്ന് ഹിയോ ഇവൾക്ക് നൽകിയ ഡ്രസ്സ് ഇവള് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നിരുന്നല്ലോ, അതേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഇപ്പൊ ഇവള് ഇങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ ഇവള് അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ കറക്റ്റ് ആയിട്ട് അവിടെ വെച്ച് വീണ്ടും ഇവള് ഹിയോനെ കണ്ടുമുട്ടുകയാണ്. ഒരു വർഷത്തിന് ശേഷം ഇവനും ഇവിടെ ബിസിനസ് റിലേറ്റഡ് ആയിട്ട് എത്തിയതാണ്. പക്ഷേ ഹിയോ ഇവളെ കണ്ട് വിചാരിക്കുന്നത് ഇവനെ ഫോളോ ചെയ്ത് ഇങ്ങോട്ട് വന്നു എന്നതാണ്. അപ്പോ അത് കേട്ട് ഇവള് അല്ല, ഞാൻ അങ്ങനെയല്ല വന്നത്, ഞാൻ ഇവിടെ വേറെ ആവശ്യത്തിന് വന്നത് എന്ന് പറയുമ്പോൾ ഹിയോ എന്ത് ആവശ്യത്തിനായിട്ടാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഇവൾക്ക് കമ്പനി ഉണ്ട്, സോ അതിന്റെ പാർട്ടി ആഘോഷങ്ങൾക്ക് വേണ്ടി ഇവിടെ പങ്കെടുക്കാനാണ് എത്തിയത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവനത് വിശ്വസിക്കുന്നില്ല. ഞാൻ തന്നെ ലാസ്റ്റ് കണ്ടപ്പോൾ തന്നെ എന്നെ പിന്നാലെ നടന്നു പോരെന്ന് പറഞ്ഞതാ, ഇപ്പൊ തന്നെ ഞാൻ പോലീസിനെ വിളിക്കും എന്ന് പറഞ്ഞ് ഇവൻ ദേഷ്യപ്പെടുമ്പോൾ പെട്ടെന്ന് ഇവന് എന്തൊക്കെയോ ഓർമ്മകൾ ഈ ഒരു സ്ഥലത്തെ ബേസ് ചെയ്ത് കടന്നു വരികയാണ്. മാത്രമല്ല ഇവള് ആ ഒരു ബസ്സിൽ തന്നെയാണല്ലോ ഉള്ളത്. സോ ഇവന് അവർ തമ്മിലുള്ള പല ഓർമ്മകളും കടന്നു വരുന്നുണ്ട്. പക്ഷെ അങ്ങോട്ട് ഇതാവുന്നില്ല. പെട്ടെന്ന് തന്നെ ഇവളും എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോ ഹിയോ എനിക്ക് നിന്നെ കാണുമ്പോ തന്നെ തലവേദന എടുക്കും, ഒന്ന് പോയി തരോ എന്ന് പറയുമ്പോ ഇവള് അത് ഞാനൊന്നും ചെയ്തില്ലല്ലോ, ശരി ഞാനിവിടെ വരാൻ പാടില്ലായിരുന്നോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കോ, ഞാൻ എന്റെ കാര്യം നോക്കട്ടെ എന്ന് പറഞ്ഞ് ഇവള് പോകാൻ തുടങ്ങുമ്പോ പെട്ടെന്ന് തന്നെ ഓർക്കാപ്പുറത്ത് തിരിയുന്നത് കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്ന രണ്ടുപേര് പെട്ടെന്ന് ഇവളെ ഇടിച്ചിട്ടാണ്. മാത്രമല്ല ആ ഒരു സമയത്ത് ലൈറ്റും കാര്യങ്ങളൊക്കെ ഓഫ് ആകുന്നു. ഇവള് ആ ഒരു വീഴ്ചയില്ല അറിയാതെ പോയി ഹിയോനെ കിസ് ചെയ്തു പോവാണ്. ആ ഒരു സമയത്ത് വീണ്ടും ഇവളോടൊപ്പമുള്ള എല്ലാ കാര്യങ്ങളും ഭയങ്കര ക്ലിയർ ആൻഡ് സ്മൂത്ത് ആയിട്ട് ഓർമ്മ വരികയാണ്. ഇവന് ഇത്രയും നാള് മിസ് ചെയ്ത ആ ഒരു വ്യക്തി ഇത് തന്നെയാണ് എന്ന് ഇവന് മനസ്സിലാവുകയാണ്. പക്ഷെ ഇവളെ പെട്ടെന്ന് അതറിയാതെ ഇവന് ദേഷ്യപ്പെട്ടാലോ എന്ന് വിചാരിച്ച് ഇതൊരു ആക്സിഡന്റ് ആയിട്ട് സംഭവിച്ചതാ, സോറി എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോ പെട്ടെന്ന് ഹിയോ ഇവളെ തടഞ്ഞിട്ട് നമുക്കിത് ഒന്നുകൂടെ ചെയ്താലോ എന്ന് മുന്നത്തെ പോലെ വീണ്ടും ചോദിക്കുമ്പോൾ ഇവൻ ആ ഒരു കാര്യങ്ങൾക്ക് ഓർമ്മ വന്നു എന്ന് ഇവൾക്ക് മനസ്സിലാവുകയാണ്. സോ ഭയങ്കര സമാധാനവും സന്തോഷമൊക്കെ ആയിട്ട് അവര് ഇമോഷണൽ ആവുകയാണ്. ഇവൻ ഇത്രയും നാളും ഇവളെ അവോയ്ഡ് ചെയ്തു എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ വരാണ്. സോ ഇവന് വീണ്ടും ഓർമ്മയും കാര്യങ്ങളൊക്കെ തിരിച്ചു കിട്ടി. അവരുടെ റിലേഷൻഷിപ്പ് വീണ്ടും ഒന്നായതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പി ആയിട്ട് കിസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതിനുശേഷം ഇവര് ഇപ്പൊ വീണ്ടും ഹിയോന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. വീണ്ടും അവരുടെ ആ ഒരു ഹാപ്പി മൊമെന്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു. ആ ഒരു ദിവസങ്ങൾ അങ്ങനെ കടന്നു പോവുകയാണ്. ഒരു ദിവസം ഹിയോ ഇവളെ പ്രപ്പോസ് ചെയ്യുന്നു. ഒരു വെഡിങ് പ്രപ്പോസലാണ്. ഇവളും അത് അക്സെപ്റ്റ് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. ഇപ്പോൾ വൂവിന്റെ ഒരു എക്സിബിഷനും കാര്യങ്ങളൊക്കെ നടക്കുന്ന ടൈമിലാണ്. അപ്പോഴേക്കും ഒരു ഫോറിൻ ഗേൾ വന്ന് ഇവന്റെ അടുത്തേക്ക് ഇവന്റെ ഫോട്ടോ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഇതാരാ ഭയങ്കര മനോഹരമായിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇവനും ഇതെന്റെ ഫ്രണ്ട് ആണ് എന്ന് പറയുന്നു. അത് ധാരയുടെ ഫോട്ടോയാണ്. അതുപോലെ അവിടെ മറ്റൊരു ഫോട്ടോ കാണുമ്പോൾ ഈ ഒരു പെൺകുട്ടി
അതാരാ എന്ന് ചോദിക്കുമ്പോ ഇവൻ അത് എന്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് എന്നാണ് പറയുന്നത്. പക്ഷെ അപ്പോഴേക്ക് യാങ് അങ്ങോട്ടേക്ക് വന്ന് അല്ല അത് ഫ്രണ്ട് അല്ല ഞാൻ പുള്ളിയുടെ ഗേൾ ഫ്രണ്ട് ആണ് എന്ന് പറയാണ്. ആ ഒരു ഫോട്ടോ ഇവളുടേത് തന്നെയാണ്. ഇവര് തമ്മിലുള്ള ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് വു ഇവളെ ഇപ്പൊ അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ ഇവന് ഗേൾ ഫ്രണ്ട് ഉണ്ട് എന്ന് അറിയുമ്പോൾ തന്നെ ആ ഒരു പെൺകുട്ടിയാണെങ്കിൽ ഇവനോട് അടുക്കാനായിട്ടാണ് എത്തിയത്. പക്ഷെ പെട്ടെന്ന് അത് കേട്ട് ഒഴിഞ്ഞു മാറി പോവുകയാണ്. ഇവര് വളരെ ഹാപ്പി ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. യാങ് ഇവനോടൊപ്പം ഉണ്ടെങ്കിൽ ജോൺ എന്തായാലും നല്ല ഹാപ്പി ആയിരിക്കുമെന്ന് വൂന് അറിയാലോ. അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറി ഇപ്പോ ഒന്നായിരിക്കുകയാണ്. യാങ്ങിനെ വു സ്വീകരിച്ചിരിക്കുകയാണ്. ഇവനിപ്പോ അറിയപ്പെടുന്ന ഒരു ഫോട്ടോഗ്രാഫർ ഒക്കെയാണ്. അതിനുശേഷം ഇവിടെ ദാരിയുടെ കമ്പനി ഭയങ്കര ഡെവലപ്ഡ് ആയിരിക്കുകയാണ്. ഇവളുടെ കൂടെ പഴയ ആ ഒരു മദേഴ്സ് ടീം തന്നെയാണ് ഉള്ളത്. മിൻ ലീയെ വിവാഹം കഴിച്ചു. അവളിപ്പോ പ്രഗ്നന്റ് ആണ്. അവരുടെ വിവാഹം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇവര് ഇപ്പൊ ഇവരുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ പുറത്തോട്ട് കൂടി വ്യാപിപ്പിക്കാനുള്ള ശ്രമവും കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞു. അത് സക്സസ് ആയിട്ട് പോവുകയാണ്. അതുമാത്രമല്ല ഇവർക്ക് ഇപ്പോൾ 2 മക്കളുണ്ട്. അവരവിടെ ഇപ്പോൾ ഡാൻസിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അവരുടെ ആ ഒരു ഡാൻസ് പെർഫോമൻസ് കണ്ട് ദാരി അല്ല ഇവർക്ക് എങ്ങനെ ഈ കഴിവൊക്കെ കിട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ ഈ ഡാൻസ് കളിച്ച് കണ്ടില്ലേ എനിക്ക് നന്നായിട്ട് ഡാൻസ് കളിക്കാൻ അറിയാം. എന്റെ കഴിവ് എന്നാ പിള്ളേർക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് പറയാണ്. അപ്പൊ ദാരി ഇവനോട് അല്ല ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. ഇന്നലെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോ നിങ്ങൾ എന്തിനാ ഗെയിം ഓണാക്കി അവരുടെ കയ്യിൽ കൊണ്ട് കൊടുത്തത് എന്ന് ചോദിക്കുമ്പോൾ ഇവനത് സമ്മതിക്കുന്നില്ല. ഇല്ലല്ലോ ഞാൻ കൊടുത്തില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇവള് നിങ്ങൾ എന്തിനാ എന്നോട് കള്ളം പറയുന്നത്? എത്ര വയസ്സായെന്ന് വല്ല വിചാരമുണ്ടോ? നമ്മളെ കണ്ടല്ലേ പിള്ളേർ പഠിക്കുന്നത്. ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുള്ളതാ ഇനിയെങ്കിലും അത് മറക്കരുത് എന്ന് പറയുമ്പോൾ ഇവനും ഓ ശരി ശരി ഞാൻ മറക്കില്ല ഇനി ഞാൻ എന്തായാലും അത് ഓർത്തോളാം എന്ന് പറഞ്ഞിട്ട് ഇവൻ പയ്യെ ഇവളെ കേൾക്കാതെ എല്ലാം ഒരു കിസ് കൊണ്ടുണ്ടായതാണല്ലോ ദൈവമേ എന്റെ വിധി എന്ന് പറയുമ്പോൾ അത് കേട്ട് ദാരി എന്താ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഇവൻ ഇല്ലല്ലോ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവൾ ആ ഒരു കാര്യം കേട്ടു. സോ ആ ഒരു കിസിന്റെ കാര്യം ഇപ്പൊ എന്തിനാ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോ ഹിയും അതെ ഞാൻ ആ കാര്യം തന്നെ പറഞ്ഞത്. ആ ഒരു നശിച്ച കിസ് കാരണം തന്നെയാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അല്ലെങ്കിൽ ഇതൊക്കെ നടക്കോ എന്ന് ചോദിച്ച് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് വീണ്ടും അവര് കിസ് ചെയ്യാണ്. പക്ഷെ അത് അവരുടെ കുട്ടികളുണ്ട്. ആ ഒരു പെങ്കൊച്ചാണെങ്കിൽ അനിയന്റെ കണ്ണ് പൊത്താണ്. ഇവര് രണ്ടുപേരും വീണ്ടും തുടങ്ങിയോ ഇത് വല്ലാതെ നാണക്കേടാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ആ ഒരു റൊമാൻസ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നേ ഇല്ല. അവരെപ്പോഴും റൊമാൻറ്റിക് ആണ്. സോ അവർ ഭയങ്കരമായിട്ട് അവരുടെ ലൈഫ് ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു ഡ്രാമ ഹാപ്പി എൻഡിങ്ങിൽ അവസാനിക്കാണ്. ഈ ഒരു ഡ്രാമ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ഡ്രാമയിൽ ഇഷ്ടപ്പെട്ട കപ്പിൾസ് ആരാണെന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം.